KSRTCയിൽ 10-ാം തീയതിക്ക് മുമ്പ് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ശമ്പളവും ഓണം ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. തുമ്പലയിട്ട് ഊണ് കഴിക്കേണ്ട ഞങ്ങൾ നീളമുള്ള ഇലയിട്ട് മൃതശരീരമായി കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ എംപ്ലോയീസ് സംഘ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് സൂചനയായി ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പണിമുടക്കിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചാൽ അതിലേക്കും ഞങ്ങൾ ചിന്തിക്കുമെന്നുള്ളതിന് മാറ്റമില്ല. അതേസമയം 1 മണിക്കൂറിനകം ശമ്പളം വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ഗതാഗത മന്ത്രിയുടെ ഉറപ്പ് വിശ്വസിക്കുന്നുവെന്നും സമരത്തിനും പ്രതിഷേധത്തിനും ഇല്ല എന്നും CITU വ്യക്തമാക്കി. അഖിൽ ഷാൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഓണക്കാലമാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നുണ്ട്.